ഹായ് ഗൈസ്, വെൽക്കം ടു ദി വീഡിയോ ആൻഡ് യു ആർ വാച്ചിങ് ലാഫിംഗ് ലെമൺ. ഇന്ന് നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ക്യൂട്ടായിട്ടൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി നോക്കാം. ഇതിന് ആവശ്യമായിട്ട് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കളർ പേപ്പർ, ഒന്നോ രണ്ടോ ഒക്കെ ആയാലും കുഴപ്പമില്ല. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കളർ പേപ്പറിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ നോർമലുള്ള വൈറ്റ് പേപ്പറോ A4 ഷീറ്റോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഇതുപോലെ പാറ്റേൺസ് ഒക്കെ കൊടുത്ത് കളർ ചെയ്യാം. ഇതിങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു 7 ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം ഒരു ഷേപ്പിൽ, അതായത് ഒരു മെഷർമെൻറ്റിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ മേളിലായിട്ട് ഇത് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്ലവേഴ്സും ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് മറ്റേ സൈഡുമായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു ഫ്ലവർ കിട്ടും. എന്നിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ ഒരു 7 ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കാർഡിന് ആവശ്യമായിട്ട് ഇതുപോലൊരു കളർ പേപ്പർ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്താലും മതി. അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. കമൻസിൽ പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ഇത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. എടാ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്ത് റിലേറ്റഡാണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു പാറ്റേണിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്ത സൈഡിൽ ഗമ്മായിട്ട് നമ്മൾ ആ ടേബിളിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇത് എവിടൊക്കെയാണോ സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാർട്ടിൽ മാത്രം നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനത്തെ ഗമ്മ് അപ്ലൈ ചെയ്യുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു വൈറ്റ് ഗം തന്നെ ആയിരിക്കും. കാരണം ഇത് അത്ര അങ്ങോട്ട് നന്നായിട്ട് ഒട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ടൈം വേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, വൈറ്റ് ഗം യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് തുറന്ന് തന്നെ അങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അതുപോലെ ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഗം ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്തു. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്രശ്നമായി. എന്നിട്ട് നമുക്ക് ഈ ഒരു കാർഡിൻ്റെ മേളിൽ കുറച്ച് ഡിസൈൻസ് കൊടുക്കാം. ഇതുപോലൊരു ഫ്ലവർ നമുക്കത് അതിൻ്റെ മണ്ടയിലൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു പോർഷനിൽ വിഷസൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബർത്ത്ഡേ കാർഡായി. ഇത് നമുക്ക് ബർത്ത്ഡേക്ക് മാത്രമല്ല, മദേഴ്സ് ഡേക്ക് അമ്മയ്ക്ക് കൊടുക്കാനോ ടീച്ചേഴ്സ് ഡേക്ക് ടീച്ചേഴ്സിന് കൊടുക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിന് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ടൊക്കെ എടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.